Hello, good evening all. First of all, everyone please turn on your videos. Okay, video on cheyamo. So, first of all, welcome to Logic family. CA പോസ്റ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ പറ്റി. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പെർസ്യൂ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് കാണില്ല. അപ്പൊ അതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അടുത്തിടെയായിട്ട് ICAI നമ്മുടെ സിലബസിനകത്ത് വരുത്തിയിരിക്കുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും അതിനെപ്പറ്റി ഒരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ വെബിനാറിലേക്ക് എല്ലാവരെയും ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ചെയ്യുകയാണ്. നമ്മുടെ ഈ വെബിനാറിനകത്ത് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ളതും നമ്മുടെ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ CA ഓഡിറ്റിംഗ് പേപ്പറിന്റെ ഫാക്കൽറ്റിയും നമ്മുടെ മെന്ററായിട്ടുള്ള രേവതി മാം ആണ്. ഷീ ഈസ് വെൽ എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ഫീൽഡ്. സോ ഐ വെൽക്കം യു. ഓൾസോ ഈ ഒരു ടൈമിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്, ഈ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ജോയിൻ ചെയ്യാം, നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. സോ ഇൻ ബിറ്റ്വീൻ വരുന്ന ഡൗട്ട്സുകൾ എല്ലാവരും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് മൈക്രോ പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് നമുക്കൊരു Q&A സെഷൻ ഉണ്ട്. ആ സമയത്ത് മാമുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. സോ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ രേവതി മാം. Okay, thank you, Rajan. Yeah, good evening, Prashant sir, and good evening one and all. So Rajan sir പറഞ്ഞതുപോലെ ഈ സെഷന്റെ ഇന്റൻഷൻ is two things. One, നമ്മളുടെ ഇന്റർമീഡിയറ്റ്, ഇപ്പം ഇതിൽ കുറെ ആൾക്കാർ ഇന്റർമീഡിയറ്റ് ചെയ്യുന്നവരുണ്ടാവാം, കുറച്ച് ആൾക്കാർ ഫൗണ്ടേഷൻ ആയിരിക്കാം, കുറച്ച് ആൾക്കാർ മേ ബി ആഫ്റ്റർ ദി ഡിഗ്രി ആയിരിക്കും. സോ വാട്ട് ഐ വിൽ ഡു ഇസ്, ഫസ്റ്റ് പാർട്ടില് ഞാൻ ഇന്റർമീഡിയറ്റിന്റെ പ്രസന്റ് പേപ്പേഴ്സ് എന്തൊക്കെയാണ്, ഹൗ ടു അപ്രോച്ച് ടുവേർഡ്സ് ഇന്റർമീഡിയറ്റ് എക്സാം. ഇപ്പം CA എക്സാം എന്ന് പറയുമ്പോൾ തന്നെ പല നെഗറ്റീവ്സും നമ്മൾ കേൾക്കാറുണ്ട്. പാസ്സാവാൻ പാടാ, ഫൗണ്ടേഷൻ കിട്ടും പക്ഷെ ഇന്റർമീഡിയറ്റ് വളരെ പാടാ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ജനറലി കേൾക്കുന്ന ഒരു മിത്ത് മാത്രമാണ്. നമ്മൾ നമ്മളുടെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, സ്മാർട്ട് സ്റ്റഡി, റിപ്പീറ്റ് സ്മാർട്ട് സ്റ്റഡിയും കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CAയുടെ ഇന്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ് ക്രാക്ക് ചെയ്യാൻ പറ്റും. So my first part of the presentation would be പറയാൻ പോകുന്നത് what are the tips and approach towards CA intermediate. ഇപ്പം ഓഡിറ്റിംഗ് മാത്രമാണ് എൻ്റെ സബ്ജക്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഇന്റർമീഡിയറ്റിന്റെ എല്ലാ 8 സബ്ജക്റ്റിനെ കുറിച്ചും വളരെ ബ്രീഫായിട്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും മേ ബി ഒരു 2 minutes വെച്ച് പറഞ്ഞു പോകും. സെക്കൻഡ് ആൻഡ് ദി മേജർ തിങ് വിച്ച് സ്റ്റുഡൻസ് ആർ കൺസേൺഡ് ഇസ്, നമുക്ക് എല്ലാവർക്കും ചേഞ്ച് എന്ന് വെച്ചാൽ സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ. ഇന്ന് അത് മാറി, അയ്യോ മാറ്റവോ, വി ആർ വെരി റിലക്റ്റന്റ്. അതുപോലെ ഇപ്പം CA സിലബസിൽ there is going to be a change. I hope you guys know that. ആ ചേഞ്ച് ഇതുവരെ ഫൈനലായിട്ട് അപ്രൂവ് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ വിൽ ഷോ യു എ കമ്പാരിസൺ. പ്രസന്റ് ഇന്റർമീഡിയറ്റും പ്രപ്പോസ്ഡ് ന്യൂ സിലബസിലെ ഇന്റർമീഡിയറ്റും എന്താണ് ചേഞ്ച് എന്ന് കമ്പാരിസണും പറയാം. In the end, I will be really happy to take any Q&A. നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും with respect to your CA studies, maybe it at intermediate or even at final or foundation level, whichever level it is, anything relating to CA, I would be really happy to clear in the end. So, ഞാൻ ആദ്യം ഇപ്പോഴത്തെ ഇന്റർമീഡിയറ്റ് സിലബസിന് എന്തൊക്കെയാണ് പേപ്പേഴ്സ്, ആ പേപ്പേഴ്സ് ഓരോന്നിനും ഹൗ ടു അപ്രോച്ച്. നമ്മളുടെ ഒക്കെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആ 3 hours എക്സാമാണ്. വി സ്റ്റഡി ഫോർ 500 hours, we study, attend the class for 900 hours. What ultimately is the output? What we write for 3 hours in the examination hall അല്ലേ. സോ അതിനു വേണ്ടി ഓരോ സബ്ജക്റ്റിന്റെയും
ഫ്രം ദി ഫസ്റ്റ് സബ്ജക്ട് ടിൽ ദി ലാസ്റ്റ് സബ്ജക്ട് എന്താണ് ആ സബ്ജക്ട്, എങ്ങനെയായിരിക്കണം ആ സബ്ജക്റ്റിന്റെ ജനറൽ അപ്രോച്ച് എന്ന് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, സോ ഞാനൊരു സ്ലൈഡ് കാണിക്കുവാണേ. വിസിബിൾ ആണല്ലോ അല്ലേ രജൻ സ്ലൈഡ്? Yes, ma'am, visible. So the first paper, okay, first ഞാൻ intermediate പറഞ്ഞോട്ടെ. And ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ let me ask you, can you guys reply in the chat box? ഇതിൽ ആരൊക്കെയാണ് intermediate presently doing or intermediate first group pass ആണോ or foundation result awaiting ആണോ degree ആണോ? ഒന്ന് chatൽ reply അടിക്കോടാ, so that I can know who are the participants. Chatൽ അടിച്ചാൽ മതി. intermediate ആണെങ്കിൽ presently intermediate അടിക്കുക, foundation result awaiting students ആണെങ്കിൽ foundation അടിച്ചാൽ മതി, or degree കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണെങ്കിൽ degree അടിക്കുക. Can you guys reply in the chat box? Okay, Hari. What about others? Okay, degree, first group, presently, degree, intermediate. Okay, intermediate, only one foundation. Okay. So anyway, majority of you are presently into intermediate or doing intermediate. കുറച്ച് ഡിഗ്രി ഉണ്ട്, ഒന്നോ രണ്ടോ ഫൗണ്ടേഷനേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും പറഞ്ഞു പോവാം. ഇപ്പം ഓൾറെഡി രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ആണ്, നമ്മളുടെ ICA ആയിട്ട് ഓൾറെഡി രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. യു ഗൈസ് ആർ ഓൾറെഡി രജിസ്റ്റേർഡ്, അപ്പിയറിംഗ് ഇൻ November 22 ആവാം ഓർ May 23 എക്സാം ആവാം. whichever attempt is it, നിങ്ങൾക്ക് ഇപ്പമുള്ള സിലബസ് ആണ് അപ്ലിക്കബിൾ. കറന്റ്ലി ഉള്ള സിലബസിന് നിങ്ങൾക്ക് ഇപ്പം ഉള്ളത് 8 പേപ്പേഴ്സ് ആണ്. 8 പേപ്പേഴ്സ് which is divided into 2 groups. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന പേപ്പർ 1, 2, 3, 4 which comes in the first group. ബാക്കിയുള്ള 4 പേപ്പേഴ്സ് which comes in the second group. Now ഇതിലെ കാര്യം നോക്കിയാൽ ഗ്രൂപ്പ് 1-ലെ അക്കൗണ്ട്സ് പേപ്പർ, ഗ്രൂപ്പ് 2-ലെയും ഒരു അക്കൗണ്ട്സ് പേപ്പർ ഉണ്ട്. ശരിയാണ് കേട്ടോ, ബോത്ത് ആർ ഡീലിംഗ് വിത്ത് അക്കൗണ്ട്സ്. ബട്ട് ദ തിങ് ഈസ് അതിലെ കണ്ടന്റ്സിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. ലൈക്ക് ഗ്രൂപ്പ് 1-ലെ അക്കൗണ്ട്സിൽ ജനറൽ തിങ്സും ബേസിക് തിങ്സും ആണെങ്കിൽ ഗ്രൂപ്പ് 2 ആസ് ദി നെയിം സജസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ആ. ബട്ട് ഈ 2 പേപ്പറും സ്റ്റുഡൻസിന് ഫേവററ്റ് പേപ്പേഴ്സ് ആണ്. ബിക്കോസ് അത് തിയറി അല്ലല്ലോ, പ്രോബ്ലം സബ്ജക്റ്റ് അല്ലേ. സോ നമുക്ക് ആ ഒരു ബോറടിയും എന്താ പറയാ പഠിക്കാനുള്ള ഒരു മടിയും ഇല്ല. സോ ജനറലി ഞാനിപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത് ഈ 2 പേപ്പേഴ്സിനും മാർക്ക് സ്കോറിങ് അത്രയ്ക്കും ഡിഫിക്കൽട്ട് എന്ന് സ്റ്റുഡൻസ് പറഞ്ഞ് കേൾക്കുന്നില്ല. either because it is interesting paper or step mark കിട്ടും, whatever it is. ഈ 2 പേപ്പേഴ്സിനും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആവറേജ് ആയിട്ട് പഠിച്ചു പോയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബട്ട് പിള്ളേരെ ഈ 2 പേപ്പറും പ്രിപ്പയർ ചെയ്യുമ്പം നോക്കേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. വൺ തിങ് is അക്കൗണ്ട്സ് എപ്പോഴും വായിച്ചു പഠിക്കരുത്. മോസ്റ്റ് ഓഫ് യു മേ നോട്ട് നോ. നമ്മളത് ചെയ്ത് തന്നെ പഠിക്കുക. വൈ? ചെയ്താലേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. വായിക്കുമ്പം എനിക്കറിയാം ആ അക്കൗണ്ട് ഡെബിറ്റ്, ഈ അക്കൗണ്ട് ക്രെഡിറ്റ്, അത് ശരി, നമ്മളത് എഴുതി വരുമ്പോ എവിടെ ക്രെഡിറ്റ് എവിടെ ഡെബിറ്റ്, വി വിൽ ബി ലൈക്ക് ദാറ്റ്. സോ ഫസ്റ്റ് തിങ് ഫോർ ദിസ് 2 പേപ്പേഴ്സ് ഇസ് ചെയ്ത് തന്നെ പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ വേറൊരു ഗുണം ഇസ് ദാറ്റ് നമുക്ക് ടൈമിംഗ് കുറച്ചും കൂടെ പാലിക്കാൻ പറ്റും. മീനിങ് ഈ 2 പേപ്പേഴ്സും സ്റ്റുഡൻസ് കംപ്ലൈന്റ് പറയുന്നത്, മിസ്സേ കുഴപ്പമില്ല, പേപ്പർ കുഴപ്പമില്ല, എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യനാ, ബട്ട് ഒരു 80 മാർക്കിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ, 100 മാർക്സിന് പറ്റിയില്ല, ടൈമിംഗ് ഇല്ലായിരുന്നു, പേപ്പർ വളരെ ലെങ്തിയാ. ജനറലി ഈ 2 പേപ്പറിനും കേൾക്കുന്ന കാര്യമാണ് പേപ്പർ ഇസ് ലെങ്തി. സോ ലെങ്തിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 1, ടൈം മാനേജ്മെന്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 14 മാർക്സ് ആ. ഈ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഐ വിൽ ഫിനിഷ് ഓഫ് വിത്തിൻ 20 മിനിറ്റ്സ്. സോ ടൈം നോക്കുക, വാച്ചില് 20 മിനിറ്റ്സിൽ തീർത്തോ ഇല്ലയോ അത് അവിടെ വിട്ടിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് തിങ് ഇസ്, ഞാനൊക്കെ പഠിക്കുമ്പോഴേ 2006-ലൊക്കെ
ബാലൻസ് ഷീറ്റ് ടാലി ആയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫ് ആ. I think most of you might have that mood off. Balance sheet tally ആയില്ല എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റിനെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കും. In the examination hall, once you try, balance sheet tally ആവുന്നില്ല, ആ ക്വസ്റ്റ്യൻ അവിടെ വിട്ടേക്കുക. Why? ടാലി ആയി ബാലൻസ് ഷീറ്റിലെ ടോട്ടൽ 1 മാർക്ക് ആയിരിക്കും. ഈ 1 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അടുത്ത ഒരു 14 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ സമയമായിരിക്കും കൺസ്യൂം ചെയ്യുക. സോ എക്സാം ഹാളിൽ ഡെസ്പറേറ്റ് ആയി ബാലൻസ് ഷീറ്റ് ടാലി ആയില്ല ഓർ കറക്റ്റ് ആൻസർ അല്ല എന്ന് ഡെസ്പറേറ്റ് ആവരുത്. ബിക്കോസ് ടൈം പൊക്കോണ്ടിരിക്കുക. സോ ചെയ്ത് പഠിക്കുക, ടൈം പാലിക്കുക. And lastly, step mark ഉണ്ട്. So clearly step വരച്ചു, ledger വരച്ചു, working notes വെച്ച് ചെയ്യാം. So these are the 2 things. I mean, paper number 1 in first group is accounts and paper number 5 in second group is accounts. ഇതിൽ രണ്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. യു കോൾ ഇറ്റ് ആസ് AS. അത് നല്ല വൃത്തിക്ക് പഠിക്കുക. There are many AS, but very easy ആണ്. So that is a very weightage area in your accounts. So I hope that accounts paper clear ആയില്ല. Can I proceed to next one? എടാ ചാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അനങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. Can I proceed to next paper? ആരൊക്കെയോ? Okay, ശരി. Okay, thank you. Next paper is law. Law paperൽ 2 പാർട്ട് ഉണ്ട്. One is corporate law, other law. Corporate law 60 marks ആണ് corporate law വരുന്നത്. And other laws, കുറച്ച് other acts കൂടി ഉണ്ട്. ആ other acts വരുന്നത് 40 marks. 60:40 ആണ് റേഷ്യോ. And ഈ പേപ്പറിനെ കുറിച്ച് പറയാൻ പോയാൽ, okay, it's not problem paper, but ബാക്കി സെക്കൻഡ് ഗ്രൂപ്പിലെ ഓഡിറ്റിംഗ്, EIS, SM ഒക്കെ വെച്ച് നോക്കുമ്പം this paper is more mark scoring. അതെന്താ മിസ്സേ, തിയറി ആയിട്ട് എന്ത് മാർക്ക് സ്കോറിംഗ്? യെസ്, ബിക്കോസ് ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ആക്റ്റാ. ബേസിക്കലി പറയാൻ പോയാൽ കോർപ്പറേറ്റ് ലോയിൽ പഠിക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 1 തൊട്ട് സെക്ഷൻ 148 വരെയാ. അതർ ലോസിലും യു ആർ ഗോയിങ് ടു സ്റ്റഡി ദി ആക്ട്, ലൈക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. ആക്ട് ആണ് പഠിക്കാനുള്ളത്. ആക്ട് നമുക്ക് നമ്മുടെ ഓൺ ലാംഗ്വേജിലൊന്നും അല്ല, അത് ആസ് പെർ ദി ലോ ആണ് എഴുതാനുള്ളത്. ഈ പേപ്പറിൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഓർ ഫേസ് ചെയ്യുന്ന 2 ഡിഫിക്കൽട്ടി പറഞ്ഞുതരാം. 1, വായിക്കുമ്പം ഈസി ആയിരുന്നു, എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. 1 thing. Second thing, അതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, മറന്നു പോകുന്നു. ഇന്നലെ പഠിച്ചതാ, ഇന്ന് ഓർമ്മയില്ല. See, there is a general saying, okay, ഇന്നലെ നമ്മൾ കേട്ട എത്രയോ കാര്യങ്ങളാവും ക്ലാസ് അല്ല കേട്ടോ, പഠിപ്പല്ല, അല്ലാതെയും ഞാൻ പറയുക, അതിലെ 40% ഇന്ന് നമുക്ക് റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഐ എം ടോക്കിംഗ് അബൌട്ട് നോർമൽ ഹ്യൂമൻസ്. ഇവിടെ നമ്മൾ ഒരു ബ്രെയിനും വെച്ചിട്ട് എത്രയോ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. സോ ലോയിലും മറന്നു പോകുന്നു. ഇൻഫാക്ട് എല്ലാ സബ്ജക്റ്റിനും കൂടിയാണ് മറന്നു പോകുന്നു എന്നതിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം, കീപ് ഓൺ റിവൈസിങ്. Second thing is, I don't know whether you are comfortable, you can prepare charts. എന്താ പറഞ്ഞത്? You can prepare charts. Because ഇപ്പം section 1 തൊട്ട് 10 വരെ എന്താണ്, section 1 ഇതാ, section 2 ഇതാ, section 3 ഇതാ, ചാർട്ട് ഉണ്ടാക്കി വെക്കാം. ആ ചാർട്ട് വീണ്ടും അത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക, വീണ്ടും ചാർട്ട് നോക്കുക. സോ ദാറ്റ് സെക്ഷനും ആ സെക്ഷനിൽ എന്താണുള്ളത് അതൊക്കെ നമ്മളുടെ മനസ്സിൽ കയറും. ആൻഡ് വൺ മോർ തിങ് ഇസ്, ലോ ഓൾസോ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിലെ 1-2 ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതി നോക്കുക. ഇപ്പം കമ്പനി ലോയില് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നതേ ചിലപ്പം കേസ് സ്റ്റഡി മോഡൽ ആയിരിക്കും, ചിലപ്പോൾ കേട്ടോ 80 to 90% ക്വസ്റ്റ്യൻ ആർ കേസ് സ്റ്റഡി മോഡൽ. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ യൂഷ്വലി കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഈവൻ ഫോർ ഓഡിറ്റിംഗ് ഇറ്റ് സെയിം. ഒരു ഹെഡിങ് കൊടുക്കുക, ഓക്കെ ഇങ്ങനെയാണ്. ഡിവൈഡ് യുവർ ആൻസർ ഇൻ ടു 3 പാർട്സ്. ആദ്യം പ്രൊവിഷൻ ഇടുക. എന്താണ് ആപ്ലിക്കബിൾ പ്രൊവിഷൻ? ഓക്കെ, ആസ് പെർ സെക്ഷൻ 140 ഓഫ് കമ്പനീസ് ആക്ട് പ്രൊവിഷൻ എഴുതുക.
Second, എന്താണ് ആ സിറ്റുവേഷൻ? കേസ് എഴുതുക. ഫൈനലി യു ഗിവ് യുവർ കൺക്ലൂഷൻ. ഇതിപ്പോ എല്ലാ ക്വസ്റ്റ്യനും ഇത് തന്നെ ഫോർമാറ്റ് എന്നല്ല. കേസ് സ്റ്റഡി മോഡൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ദിസ് വിൽ ബി എ ഗുഡ് ഫോർമാറ്റ്. ഇത് നമുക്ക് എപ്പോഴേ മനസ്സിലാവൂ, ഓരോ ചാപ്റ്ററും തീർത്തിട്ട് ആ ചാപ്റ്ററിലുള്ള റെലവെന്റ് 2-3 മെറ്റീരിയൽ കാണും, പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ കാണും. ആ 2-3 ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കരുത്, എഴുതി തന്നെ പഠിക്കുക. ആസ് ഐ സെഡ് ഏർലിയർ, എഴുതുമ്പോഴാണ് ബുദ്ധിമുട്ട് വരിക. വായിക്കുമ്പം യു മേ ഫീൽ ഇറ്റ് ഈസി. So this was with respect to law paper. What? Revise ചെയ്യാൻ പറഞ്ഞു, charts prepare ചെയ്യാൻ, and after you finish each chapter, ഓരോ ചാപ്റ്ററിന്റെ എൻഡിലും ഒരു മാൻഡേറ്ററി ആയിട്ട് കേട്ടോ, നിങ്ങൾ റിവൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിച്ചു തീരുമ്പോഴാണെങ്കിൽ ക്ലാസ്സിൽ പഠിച്ചു തീരുമ്പം 2 ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾ തന്നെ എഴുതുക. So that is with respect to law paper. So yeah. Yes, Hari. Yes, Pratibha. Can I proceed to next paper? Next one is cost management accounting. As the subject name itself is, costing paper. ഇപ്പം അതിൽ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്, പ്രോബ്ലം ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പ്രോബ്ലം ഇസ് ദി മെജോറിറ്റി പാർട്ട്. ഇത് അക്കൗണ്ട്സ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എഴുതി പഠിക്കുക. ഓരോ ചാപ്റ്ററിന്റെയും ചിലപ്പം ഫോർമുലാസ് കാണും. ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചാപ്റ്ററിൽ വേരിയൻസിന് ഫോർമുലാസ് കാണും. ഇഫ് പോസിബിൾ, ഓക്കെ, ഇതൊക്കെ ഞാൻ പേഴ്സണലി ചെയ്ത കാര്യങ്ങളാണ്. ഫോർമുലാസിന് ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഓൾറെഡി ലോയ്ക്ക് ഒരു ചാർട്ട് ഉണ്ടാക്കി, അക്കൗണ്ട്സിന് ഒരു ചാർട്ട് ഉണ്ടാക്കാം. ASന്റെ കോസ്റ്റിങ്ങിനും ഫോർമുലാസ് വെച്ചൊരു ചാർട്ടോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോർമുലാസ് ഒക്കെ നമുക്ക് റിവൈസ് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ മനസ്സിൽ നിൽക്കും. ഇപ്പൊ ബുക്കിലാണ്, നോട്ടിലാണെങ്കിൽ അത് പല പല സ്ഥലത്തായിരിക്കില്ലേ. സോ യു ട്രൈ ടു പ്രിപ്പയർ എ ബുക്ക് വിത്ത് റെസ്പെക്ട് ടു ഫോർമുലാസ്. ആൻഡ് കോസ്റ്റിംഗിൽ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വിച്ച് ഐ ഹാവ് സീൻ ഇസ് ദേ വിൽ ഇഗ്നോർ തിയറി ഏരിയ. പ്രോബ്ലം പഠിക്കും കേട്ടോ, കിടന്ന് ചെയ്യും, എവറിത്തിങ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് തിയറി ഏരിയയിലേക്ക് വരുമ്പം പ്രോബ്ലം പേപ്പർ അല്ലേ, ഞങ്ങൾ എന്തിന് തിയറി പഠിക്കണം, ആ ഒരു ഇഗ്നറൻസ് കാണാറുണ്ട്. എന്നിട്ടായിരിക്കും എക്സാമിന് ഒരു ക്വസ്റ്റിന് സപ്പാർട്ട് കയറി തിയറി വരുന്നത്, 4 മാർക്ക് ഗോവിന്ദ. സോ ഡോണ്ട് ഡു ദാറ്റ്. തിയറിയും കൂടെ പ്രോബ്ലംസ് പഠിക്കുമ്പം പാരലലി പഠിച്ചു പോവുക. മോർ ഇമ്പോർട്ടൻ്റ് ഇസ് പ്രോബ്ലം ഇറ്റ് സെൽഫ്, ബട്ട് തിയറി ഇഗ്നോർ ചെയ്യരുത്. സോ ദാറ്റ് ഇസ് വിത്ത് റെസ്പെക്ട് ടു കോസ്റ്റിംഗ്. ചെയ്ത് പഠിക്കാൻ പറഞ്ഞു, ചാർട്ട് ഫോർമുല ഉണ്ടാക്കാൻ പറഞ്ഞു, ആൻഡ് ഫൈനലി തിയറി ഇഗ്നോർ ചെയ്യാൻ പാടില്ല. സോ can I proceed to tax paper? Okay, Anashwara. Okay, Devika. Okay. Taxler, I think majority of you, one of the favorite paper on accounts പോലെ ഇതും 2 ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. You call DT and IDT. Direct tax on a 60 marks in a major chunk. IDT, one of the easiest in the ഞാൻ പറയും കേട്ടോ, അതൊരു 40 മാർക്സിനേ ഉള്ളൂ. മെയിൻലി GST ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാസ്റ്റ് എക്സാം ട്രെൻഡിലും വെച്ച് നോക്കിയാൽ IDTക്ക് സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ DT വിടാനല്ലോ കേട്ടോ. IDT ബി സ്ട്രോങ്, ബിക്കോസ് ഒന്ന് വോള്യൂം ലെസ്സാ, പഠിക്കാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. 40 മാർക്ക് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സിന് സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ദി പ്രോബ്ലം വിത്ത് ഡയറക്റ്റ് ടാക്സ്, 60 മാർക്കിന്റെ ഡയറക്റ്റ് ടാക്സിന്റെ പ്രോബ്ലം ഇസ് ഭയങ്കര ബൾക്കിയ. 5 ഹെഡ്സ് പഠിക്കാനുണ്ട്. സാലറി, ക്യാപിറ്റൽ ഗെയിൻസ്, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, അങ്ങനെ 5 ഹെഡ്സ് പഠിക്കാനുണ്ട്. സോ അതിൽ ജനറലി പിള്ളേർ പറയുന്നത് അയ്യോ ഭയങ്കര വോള്യൂമാ. ഐ എഗ്രി. ബട്ട് മറ്റേ സൈഡിൽ വോള്യൂം ലെസ് ആണ്, ഈസി സ്കോറിംഗ് ആണ്. എവിടെയാ? IDTയിൽ. സോ ഫസ്റ്റ് നിങ്ങൾ IDT കോൺസെൻട്രേറ്റ് ചെയ്ത്, ഇൻഡയറക്റ്റ് ടാക്സ് GST കോൺസെൻട്രേറ്റ് ചെയ്ത് അത് സെറ്റ് ആക്കുക. 40 മാർക്സ് പക്കയായിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക.
then you can see towards 60 marks DT. DT paper la ipo 50-50 nu parayan ketto. 50% will be theoretical portion, 50% will be like problem paper ആയിരിക്കും. അതിലെ ഡിഗ്രി കഴിഞ്ഞ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർക്ക് ഈ പേപ്പറിൽ അത്രയും ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. ബിക്കോസ് ദേ ആർ ഓൾറെഡി ഡിഗ്രിക്ക് എവിടെയെങ്കിലൊക്കെ കേട്ടതായിരിക്കും ബികോം ആണെങ്കിൽ. ഡയറക്ട്ലി ഫൗണ്ടേഷൻ ത്രൂ വരുന്ന സ്റ്റുഡൻസിന് കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. അവർക്ക് ആദ്യം ഒരു ഇത് കാണുവേ, ഇതൊക്കെ എന്താണ്, ബട്ട് കൈൻഡ്ലി വെയിറ്റ്. ആ സബ്ജക്ട് തീരുമ്പം നിങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് കിട്ടും. ശരിയാണ്, ഇപ്പൊ ഞാനൊരാള്, എനിക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്, എവിടുന്നൊന്ന് സാലറി കിട്ടുന്നു, എന്റെ വീട് പോകുന്നു. സോ യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. DT പേപ്പറിനും one of the complaint which I have heard is what? Some adjustments confuse ആയിപ്പോയി മാം. One. Second thing is സമയം കിട്ടുന്നില്ല. സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നതിന് ഓൾറെഡി സൊല്യൂഷൻ പറഞ്ഞു, എഴുതി പഠിക്കുക. One thing. Second thing, time. അഡ്ജസ്റ്റ്മെന്റ്സ് ഇപ്പം DTയിൽ ഡയറക്റ്റ് ടാക്സിൽ ഇഷ്ടംപോലെ അഡ്ജസ്റ്റ്മെന്റ്സ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ചെയ്ത് പഠിക്കുമ്പോഴേ at the time of studying, ഇപ്പൊ ഒരു ചാപ്റ്ററിൽ തന്നെ സേ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ്, അതിൽ നിന്ന് തന്നെ 10-50 ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരിക്കും. അപ്പൊ 10-20 ക്വസ്റ്റ്യൻ നോക്കുമായിരിക്കും. എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓർ പഠിക്കുന്ന സമയത്ത് നോക്കുമ്പം തന്നെ വെറൈറ്റി അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യനിൽ സ്റ്റാർ ഇട്ട് വെക്കുക. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമുണ്ടേ, അറിയാവുന്ന ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യാനുള്ളൊരു പ്രവണതയുണ്ട്. Don't you guys agree with me? സത്യം പറ. അറിയാവുന്ന ക്വസ്റ്റ്യൻ, ഹൗസ് പ്രോപ്പർട്ടി അതിന്റെ ഫൈനൽ ആൻസർ വരെ നമുക്ക് അറിയായിരിക്കും. വീണ്ടും ചെയ്യാനുള്ള ഒരു ഇതുണ്ട് പഠിക്കുമ്പം. ഐ മീൻ മെയിൻലി വൈൽ റിവൈസിങ്. അങ്ങനെ ചെയ്യില്ല. അറിയാവുന്ന ക്വസ്റ്റ്യൻ 10 പ്രാവശ്യം ചെയ്താൽ ഒരു യൂസും ഇല്ല. നമുക്ക് തെറ്റിപ്പോകുന്ന വെറൈറ്റി അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള ഒരു 3 ക്വസ്റ്റ്യൻ കാണും. ഔട്ട് ഓഫ് 20 ക്വസ്റ്റ്യൻസ് ഫ്രം എ ചാപ്റ്റർ, ഈ 3-ലായിരിക്കും നമുക്ക് ഒത്തിരി തെറ്റ് പറ്റുന്നത്, ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്. ഈ 3 ക്വസ്റ്റ്യൻസും സ്റ്റാർ ഇട്ട് വെക്കുക. ഐ മീൻ മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് റിവൈസ് ചെയ്യുമ്പം അങ്ങനെയുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുക. അറിയാവുന്ന ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ദാറ്റ് വാസ് വിത്ത് റെസ്പെക്ട് ടു ടാക്സ് പേപ്പർ. IDTയിൽ സ്ട്രോങ് ആക്കാൻ പറഞ്ഞു, DTയിൽ വോള്യൂം കൂടുതലാണ്. സോ ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് റിവൈസ് ചെയ്യുമ്പം ആ ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുക. സോ ദാറ്റ് കംപ്ലീറ്റ്സ് മൈ ഫസ്റ്റ് ഗ്രൂപ്പ് ഇസ് ഓവർ. സോ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം എല്ലാം മോർ ടുവേർഡ്സ് പ്രാക്ടിക്കൽ പേപ്പറാ. എക്സെപ്റ്റ് ആ ലോ, ബാക്കിയെല്ലാം പ്രാക്ടിക്കൽ പേപ്പറാണ്. സോ ജനറലി ഞാൻ കണ്ട ട്രെൻഡില് അവിടെ നമുക്ക് പാസ്സാവാനുള്ള ചാൻസ് ഈസിയർ ആണ്. ഇൻ ദ സെൻസ് ഓരോ പേപ്പറിനും നമുക്ക് 40+ മതി. 40 മതി. ഔട്ട് ഓഫ് 100, കമോൺ ഗൈസ്, യു നീഡ് ഓൺലി 40. എല്ലാം കൂടെ എടുക്കുമ്പം അഗ്രിഗേറ്റ് 200 വേണം. ഐ മീൻ 50%. ഇത് ആവറേജ് ആയിട്ട് പഠിച്ചു പോകുന്ന, റൂട്ടീനായിട്ട് പഠിച്ചു പോകുന്ന പിള്ളേർക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ പ്രശ്നം വരുന്നത് വളരെ റെയറാ. അൺലെസ് നിങ്ങൾ എന്തെങ്കിലും പോർഷൻസ് വിട്ടുപോയാൽ പണി കിട്ടും. സോ ദാറ്റ് വാസ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൂപ്പ് 1. എടാ ഓക്കെ ആണോ? Can I proceed to group 2? Group 2 accounts is already over. What? Can I proceed to group 2? Okay, sure. Group 2 already I've talked about you. Group 2 already I've talked about accounts, so I'm skipping that. Now coming to my paper, which is auditing and assurance. ഇപ്പൊ പല പിള്ളേരും സെക്കൻഡ് ഗ്രൂപ്പിലെ വില്ലൻ പേപ്പറിന് ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഡയറക്ട്ലി പറയും, അല്ല മിസ്സേ ഇതൊരു മറ്റേ സിനിമയിലൊക്കെ കാണുന്ന ഹീറോ ഇസ് അക്കൗണ്ട്സ്. ഓഫ് കോഴ്സ് അവരുടെ ഹീറോ എന്ന് പറയുന്ന അക്കൗണ്ട്സ് ആണ്. വില്ലൻ എന്ന് പറയുന്ന പേപ്പറാണ്. 2 വില്ലന്മാരുണ്ടേ. ഈ 2 പേപ്പേഴ്സിനെ പിടിച്ചിട്ടാണ് വില്ലന്മാരാക്കാറുള്ളത്. Now what is the issue? ഇഷ്യൂ ഇത്രയേ ഉള്ളൂ. ഈ 2 പേപ്പേഴ്സും തിയറിയാ, പഠിക്കാൻ ബുദ്ധിമുട്ടാ, ബോറിംഗ് ആണ്, മാർക്ക് കിട്ടില്ല, ഞങ്ങൾ പഠിക്കില്ല. എന്റെ പൊന്നു മക്കളെ, the thing is, auditing name EIS, I mean e-paper. Don't
take it as a villain. നമ്മളിപ്പോ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും നമ്മൾ പറ്റില്ല എന്ന്. സോ അതിനെ നിങ്ങൾ ഒരു എന്താ പറയാ കുറച്ച് സ്നേഹത്തോടെ ഒരു ഫ്രണ്ടിനെ പോലെ ആ പേപ്പേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. One thing. Now coming to auditing paper, അതിനെക്കുറിച്ച് പറയാൻ പോയാൽ എനിക്ക് 1 മണിക്കൂർ വേണേ, ബട്ട് ഐ എം ചുരുക്കമാണ്. ഐ ജസ്റ്റ് സേ ഇൻ 2 minutes. ഓഡിറ്റിംഗ് പേപ്പറിനെ കുറിച്ച് പറയാൻ പോയാൽ കുറച്ച് ഷേക്സ്പിയറിൻ പോലെ നമുക്ക് കുറച്ച് ലാംഗ്വേജ് വേണം. ഇപ്പൊ സാധാരണ ആൾക്കാർ പറയും എന്താ പറയാ സപ്പോർട്ടിംഗ്, ബട്ട് ഓഡിറ്റിംഗ് ലാംഗ്വേജിന് സപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് അല്ല, കൊറോബറേറ്റീവ്, വ്യാപകമായി. ഇൻ ഓഡിറ്റിംഗ് ലാംഗ്വേജ് യു കോൾ ഇറ്റ് ആസ് പെർവേസീവ്. സോ ഇങ്ങനത്തെ കുറെ കീവേഡ്സ്, കീ ടേംസ് ഉണ്ട് ഓഡിറ്റിംഗ് പേപ്പറിൽ. ഈ കീ ടേംസ്, കീവേഡ്സ് വെച്ച് ഫസ്റ്റ് ഓരോ ചാപ്റ്ററിലും എന്തുണ്ടെന്ന് പഠിക്കാൻ നോക്കുക. ആദ്യം ചാപ്റ്റർ എന്താന്ന് മനസ്സിലാവുക, ആ ചാപ്റ്ററിന്റെ ഓവർവ്യൂ മനസ്സിലാക്കുക, ആ ചാപ്റ്ററിലെ ഓരോ കാര്യത്തിനെ കുറിച്ചും. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സബ്ജക്റ്റും കൂടിയാ, പ്രാക്ടിക്കലി നമ്മൾ ശരിക്കും ചെയ്യുന്ന സബ്ജക്ട് അതാ. സോ അതിന്റെ കീവേഡ്സ്, കീ ടേംസ് മനസ്സിലാക്കുക. നൗ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓഡിറ്റിംഗ് ഇസ്, അത് 100 പ്രാവശ്യം എനിക്ക് പറയുന്നുണ്ട്, പറയുന്നില്ല, റിവൈസ്. പഠിക്കുന്നത് മറന്നു പോകാം, കീവേഡ്സ് പോകാം, ബട്ട് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്, അത് മറന്നു പോവാതിരിക്കാൻ റിവൈസ് ചെയ്യാം. സെക്കൻഡ് തിങ്, ആസ് ഐ സെഡ് ഫോർ ലോ, പ്രാക്ടീസ് റൈറ്റിംഗ്. ലോയിനേക്കാളും കൂടുതൽ ഓഡിറ്റിംഗിനാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അയ്യോ മിസ്സിന്റെ പേപ്പർ ആയതുകൊണ്ടാണോ? നോ. ഓഡിറ്റിംഗ് പേപ്പർ ആണ് വൺ ഓഫ് ദി കോർ പേപ്പർ. നിങ്ങളുടെ സിലബസിൽ തന്നെ കോർ പേപ്പർ അക്കൗണ്ട്സും ഓഡിറ്റിംഗും ആസ് എ CA. സോ ഇതിൽ അവര് യൂഷ്വലി എന്താ പറയാ ബുഫേ സിസ്റ്റം പോലെയാ, ഫുൾ ഓഫ് വെറൈറ്റിയാ. സ്റ്റാർട്ടിങ് ഫ്രം സൂപ്പ് ടിൽ ദി ഡെസേർട്ട്, ദേ ഗിവ് യു ഫുൾ ഓഫ് വെറൈറ്റി ഇൻ ഓഡിറ്റിംഗ് പേപ്പർ. സോ എക്സാം ഹാളിൽ നമുക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, നമ്മൾ ആദ്യം അത് കോൺസെപ്ച്വലി പഠിക്കണം. മഗ്ഗപ്പ് ചെയ്ത് ഓഡിറ്റിംഗ് കോൺസെപ്ച്വലി പഠിച്ചു, കീവേഡ് സെറ്റായി. നൗ യു നീഡ് പ്രാക്ടീസ് റൈറ്റിംഗ്. എഴുതി തന്നെ പഠിക്കുക, നോട്ട്സ് ഉണ്ടാക്കുക. ഇത് ഫാക്കൽറ്റി ഉണ്ടാക്കിപ്പിക്കുന്ന നോട്ട് ആവാം, ക്ലാസ് നോട്ട്സ് ആവാം, നിങ്ങളുടെ ഓൺ നോട്ട്സ് ആവാം. ആ നോട്ട്സ് പക്കയായിട്ട് വെക്കുക. സ്റ്റഡി മെറ്റീരിയലും വായിക്കണം. സോ ഓഡിറ്റിംഗിലും മറക്കാതിരിക്കാൻ റിവൈസ്, പ്രാക്ടീസ് റൈറ്റിംഗ് ആൻഡ് കീവേഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. Now coming to the paper number 7, which is EIS SM. ഇതിൽ സ്റ്റുഡൻസ് ജനറലി ഈ പേപ്പറിൽ മാർക്ക് അങ്ങനെ പിടിക്കാറില്ല കേട്ടോ, ബിക്കോസ് കോർ പേപ്പർ അല്ല. അങ്ങനെ അവര് സ്ട്രിഞ്ചന്റ് ആയിട്ടൊന്നും മാർക്ക് ചെയ്യാറില്ല, ഓക്കെ ആയിട്ടാണ് മാർക്ക് ഇടുന്നത്. ബട്ട് എൻ്റെ ഒരു ഊഹത്തിൽ സ്റ്റുഡൻസ് ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്ന വിധം തെറ്റാണ്. ഇപ്പം പേഴ്സണലി ഐ എം എ പേഴ്സൺ ഹു യൂസ് ടു ലവ് ദ സബ്ജക്ട്. നിങ്ങൾ ചിലപ്പോൾ കളിയാക്കുവേ, ബട്ട് സ്റ്റിൽ ഐ വിൽ സേ എനിക്ക് EIS പേപ്പറിനോടുള്ള പ്രേമം കാരണം. ഓക്കെ, ഇന്റർൻ ഉണ്ടായിരുന്നു, ഫൈനൽ ഓൾസോ. വെൻ ഐ വാസ് ഡൂയിങ് ഫൈനൽ ഇൻ 2009 അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. IT പേപ്പർ വാസ് ദർ ഇൻ മൈ ഫൈനൽ ഓൾസോ. MICS എന്ന് വിളിക്കും. അതും കഴിഞ്ഞിട്ട് ഇതിനുള്ള പ്രേമം കാരണം ഞാൻ ഡിസ എന്ന് പറഞ്ഞൊരു പേപ്പർ, ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഓഡിറ്റ് ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ പേപ്പർ ഇത്ര എങ്ങനെ ഇഷ്ടപ്പെട്ടു? ദ തിങ് ഇസ്, നമ്മൾ ആ പേപ്പറിൻ്റെ അടുത്തുള്ള ഒരു അപ്രോച്ച് ആണ്. ഇപ്പം നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ERP എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കുക. എന്താണ് ERP, എങ്ങനെയായിരിക്കും അത് പ്രാക്ടിക്കലി, അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ERP-യിലുള്ള കമ്പോണന്റ് ബാക്കിയെല്ലാം പഠിക്കുക. See, all these papers you are studying, not mugging up theoretically അല്ല കേട്ടോ. Once you are stepping out as CA Hari, CA Devika, once you guys step out as CAs, ഈ പേപ്പർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവാനാ. സോ ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടിക്കൽ. പിന്നെ SM പേപ്പർ ഇസ് കൈൻഡ് ഓഫ് അഗൈൻ തിയറി പേപ്പർ ആണ്. സോ അവിടെയും റിവൈസ് ചെയ്യുക, മറക്കാതിരിക്കാൻ വേണ്ടി എഴുതിയും കൂടെ പഠിക്കുക. സോ EIS and SM, I think 50:50. 50% marks from EIS and 50% from SM. സ്റ്റുഡൻസ് ചെയ്യുന്നൊരു അബദ്ധം പറഞ്ഞുതരാം. ഏതെങ്കിലും ഒന്നിൽ സ്ട്രോങ് ആയിട്ട് വെക്കും, മറ്റേത് തട്ടിയും മുട്ടിയും വെക്കും. അങ്ങനെയാണ് മാർക്ക് പോകുന്നത്.
So prepare ചെയ്യുമ്പം 50 marks EIS ആണ്, 50 SM ആണ്. രണ്ടും equally നന്നായിട്ട് prepare ചെയ്യാം. Okay. So can we go to the last paper? Can I proceed? Financial management economics wa. ഈ എക്കണോമിക്സ് പേപ്പർ എന്ന് പറയുന്നത് കോമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ 11th തൊട്ട് കണ്ടുവരുന്ന ഒരു നെയ്ബറിനെ പോലെയാ. ഓക്കെ, ഫൗണ്ടേഷനിലും ഉണ്ട്. സോ എക്കണോമിക്സ് ഇസ് നോട്ട് മച്ച് ഓഫ് എൻ ഇഷ്യൂ, ഇറ്റ്സ് ഓൺലി ഫോർ 40 marks. Now ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താ പറയാ, അതിൽ കൂടുതൽ നമുക്ക് കാൽക്കുലേറ്റിംഗ് സംഭവമാ, ലൈക് ബഡ്ജറ്റിംഗ്, അങ്ങനത്തെ കുറെ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളാ. ഇവിടെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത് എക്സാം ഹാളില് 3 hours ഫിനിഷ് ചെയ്യാനുള്ള ഇഷ്യൂ ആണ്. സോ എക്കണോമിക്സിൽ 1 hour അലോട്ട് ചെയ്യുക, മേ ബി 2 hours ഫോർ FM ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. കാൽക്കുലേറ്റർ ഏതാണോ നിങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് അതേ കാൽക്കുലേറ്റർ ആയിരിക്കണം എക്സാം ഹാളിൽ കൊണ്ടുപോകുന്നത്. സെയിം മോഡൽ. യു ഗൈസ് വിൽ തിങ്ക്, എന്താ മിസ് ഇങ്ങനെ സില്ലി കാര്യം പറയുന്നത്? എടാ, that counts a lot. I don't know how to illustrate to you. നമ്മളൊരു കാൽക്കുലേറ്ററെ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് 1 + = ഒക്കെ കൈ തന്നെ പോകും, ബിക്കോസ് വി ആർ സോ അക്കസ്റ്റംഡ്. സോ വേറൊരു പുതിയ കാൽക്കുലേറ്റർ സെന്റിമെന്റൽ ആയിരിക്കാം, ആരെങ്കിലും തന്നായിരിക്കാം, ഓർ പുതിയത് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കാരണം പുതിയൊരു മോഡൽ എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ആ എക്സാം ഹാളിൽ അതേ കീസ് അവിടെ തന്നെ വരണമെന്നില്ലല്ലോ. So try to use the same model calculator in the exam hall also. Scientific calculator allowed അല്ല. പണ്ട് എൻ്റെ സാറ് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച സാറേ ഇതുപോലെ അക്കൗണ്ട്സ് പേപ്പർ കഴിഞ്ഞിട്ട് ഞാനും പറയണ്ടായി ഭയങ്കര ലെങ്തി ആണെന്ന്. അന്ന് പുള്ളിക്കാരൻ പറഞ്ഞു, സി രേവതി, 100 marksന് 100% പഠിച്ച് എല്ലാ സ്റ്റുഡൻസും പാസ്സാവും ഇഫ് അക്കൗണ്ട്സ് പേപ്പർ വാസ് ഫോർ 5 hours. 5 മണിക്കൂറിനാണെങ്കിൽ എല്ലാ പേപ്പറും അക്കൗണ്ട്സിലെ എല്ലാ സ്റ്റുഡൻസും പാസ്സാവും. നമ്മളുടെ ടാലന്റ് എന്ന് പറയുന്നത് 5 hours അല്ല, 3 hours ഏറ്റവും കറക്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഈ പേപ്പേഴ്സ് അപ്രോച്ച് ചെയ്യുക. സോ എപ്പോൾ എന്ത് പേപ്പേഴ്സ് പഠിച്ചാലും കീപ്പ് ഇൻ യുവർ മൈൻഡ് ദി അപ്രോച്ച് ടുവേർഡ്സ് ഈച്ച് പേപ്പർ. 3 മണിക്കൂറിൽ നമ്മളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റണം, മാക്സിമം എഫേർട്ട്. സോ ദിസ് കൺക്ലൂഡ്സ് മൈ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിസ്കഷൻ, ഹൗ ടു അപ്രോച്ച് CA ഇന്റർമീഡിയറ്റ് ഓരോ പേപ്പേഴ്സും. Was I clear? Can you guys reply in the chat box? Okay. So can I go to my second part? അത് ഇത്രയും സമയം എടുക്കത്തില്ല കേട്ടോ, ഇതിപ്പോ ഓരോ പേപ്പറിനെ കുറിച്ച് പറഞ്ഞു പോയണ്ട. സെക്കൻഡ് പാർട്ട് ഇസ് റിഗാർഡിങ് എന്താ പറയാ, നമ്മളിപ്പോഴത്തെ ടെൻഷൻ, പുതിയ സിലബസ്. ഒരു സെക്കൻഡ്. യെസ് എടാ, are you aware that CA syllabus is going to change? Can you reply in the chat box again? Syllabus change ചെയ്യുന്ന അറിയാമോ? Yes, you are aware. Now, ഈ അവേർനെസ് കാരണം കൂടുതൽ പിള്ളേരും ഡെസ്പറേറ്റ് ആവുക. ഇപ്പൊ ഡെസ്പറേറ്റ് ആവരുത്, because as I told you, it is still in draft. Final ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. So that's why I've used a word here. Yeah, I've used a word called as what? Proposed na. ഇനി ഫൈനലിലെ മാറ്റങ്ങൾ വരാം വരാതിരിക്കാം, that depends. But I will just compare the current and proposed scheme. ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ അല്ല, ഫൈനൽ അല്ല, most of us are in intermediate. So I will concentrate only on intermediate. Okay. Now, ഇപ്പം ഇന്റർമീഡിയറ്റിന് എടാ കുറച്ചു മുമ്പ് നമ്മൾ എത്ര പേപ്പേഴ്സ് ഉണ്ടെന്നാടാ പറഞ്ഞത്? How many papers are there at present for intermediate? Now we have, that's right, 8 papers അല്ലേ? എന്താണ്? Yeah, at present we have 8 papers for intermediate. Proposed scheme അത് 6 papers ആക്കുക.
ഹായ് കൊള്ളാലോ, 2 പേപ്പർ പോയി കിട്ടിയല്ലോ. ബട്ട് പിള്ളേരെ, വാട്ട് ഹാസ് ഹാപ്പൻഡ് യു നോ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അക്കൗണ്ട്സും സെക്കൻഡ് ഗ്രൂപ്പിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സും കൂടെ ചേർത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആക്കി. സോ ഇതില് ഏതൊക്കെയാണ് ചാപ്റ്റർ ചേഞ്ചും ചോദിക്കല്ലേ, അത് ICA പറഞ്ഞാലേ നമുക്ക് അറിയൂ. ബട്ട് 2 അക്കൗണ്ട്സും കൂടി ഒന്നാക്കി. സെക്കൻഡ്, ലോ പേപ്പർ ഉണ്ട് കേട്ടോ, നോ ചേഞ്ച്, ബട്ട് ഇറ്റ് ഈസ് ഓൺലി കോർപ്പറേറ്റ് ലോ. 100 മാർക്സിനും കോർപ്പറേറ്റ് ലോ ആ. മീനിങ് എന്തില്ല പിള്ളേരെ, വാട്ട് ഇല്ല. Since it's only corporate law, you don't have to study what? Other laws eduthu kalanju. So you don't have other laws in the proposed new syllabus. Now, costing paper angane thanne kadappundu, vera changes onnu illa. Taxation, DT, IDT kadappundu, change illa. Now, auditing paper la, auditing is there, but idu final la padikkunna oru sambhavayirunnu. Code of Ethics, namale CA Act 1949, that has been introduced in Inter. But ende oru ഊഹം ശരിയാണെങ്കിൽ ഡീറ്റെയിൽഡ് വൺ ഫൈനൽ തന്നെ ആയിരിക്കും. ഇന്റർ പിള്ളേർക്ക് അതിന്റെ ഒരു ഓവർവ്യൂവോ അതിന്റെ ഒരു ബേസിക്സ് മാത്രമായിരിക്കും വരിക. സോ ഓഡിറ്റിംഗ് പേപ്പറിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, ബട്ട് വെയിറ്റേജ് സെയിം, 100 മാർക്സ്. എടാ മറ്റേ പേപ്പർ എവിടെ പോയി? കമോൺ, വാട്ട്? EIS ഇല്ല. You don't have EIS paper. It is completely eliminated. Second, economics. That already foundation പഠിക്കുന്നുണ്ട്. So അത് മൊത്തമായിട്ട് foundation മാറ്റി economicsഉം ഇല്ല. So ഇത് paper number 7, paper number 8. മനസ്സിലായോ ആവോ? അയ്യോ, ഇപ്പത്തെ paper number 7 ഇല്ലേ, അതിലെ SM-ഉം പേപ്പർ നമ്പർ 8ന്റെ FM-ഉം, യുനോ, ഇത് രണ്ടിന്റെയും മിക്സ്ചർ ആണ് പുതിയ സിലബസിലെ ലാസ്റ്റ് പേപ്പർ. സോ എക്കണോമിക്സും ഇല്ല, EIS-ഉം ഇല്ല ഫോർ ദി ന്യൂ സിലബസ്. കാണിച്ചത് കണ്ടോ? പേപ്പർ നമ്പർ 6-ല് FM, SM, again 50:50. Now, papers kornengilum, more or less subject is same, only differences EIS full illa, economics full illa, other laws illa. ബാക്കിയുള്ളതൊക്കെ more or less same ആണ്. കൂടുതൽ അഡീഷൻ ഉണ്ട്. അയ്യോ മിസ് 8 പേപ്പേഴ്സ് ആയിരുന്നല്ലോ, 6 ആക്കി കുറച്ചു, ഞങ്ങൾ ചാടി കൺവേർട്ട് ചെയ്യട്ടെ. I will come back to that in the end. Conversion, I will come back to you. Okay, paper ഇതായി. ഇപ്പൊ നമുക്ക് 4 പേപ്പേഴ്സിനെ MCQ ഉള്ളൂ, ലൈക്ക് ഓഡിറ്റിംഗ്, EIS, ലോ, DT, IDT. Now proposed സ്കീമില് എല്ലാ പേപ്പേഴ്സിനും 30:70 ആ. പുതിയ പ്രപ്പോസ്ഡില് എല്ലാ പേപ്പേഴ്സിനും 30 മാർക്സ് MCQവും 70 ഡിസ്ക്രിപ്റ്റീവ് ആ. പ്ലസ് ഗൈസ് ഞെട്ടും, വാട്ട്, നെഗറ്റീവ് മാർക്കിങ്ങും കാണും. എന്റെ മുന്നേ ഇപ്പം വി ഡോണ്ട് ഹാവ് എനി നെഗറ്റീവ് മാർക്കിംഗ്. പ്രപ്പോസ് സ്കീമിൽ അവർ പറയുന്നത് 0.25 നെഗറ്റീവ് ആ. മീനിങ് 4 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ ഒരു -1, 0.25. ഓരോ തെറ്റിനും -0.25 ആ. സോ 0.25 into 4, ഒരു 4 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ -1 മാർക്ക്. So that's a major change which is going to happen in intermediate question paper. Open book ആക്കുമോ? There is no clue. അങ്ങനെയൊന്നും പറയുന്നില്ല. Case study model തന്നെ ആയിരിക്കും. Mug-up won't work. Concept വെച്ച് തന്നെ പഠിക്കേണ്ടി വരും. So this is the proposed changes in CA intermediate. Now I would like to address one thing. ഞങ്ങൾ ഇപ്പൊ സിലബസ് മാറട്ടെ, മിസ് ഇതിപ്പോ ഫൈനൽ ആവുമല്ലോ, മേ ബി 2-3 months മാക്സിമം. ഓഗസ്റ്റിലാവുന്നാണ് വിചാരിച്ചത്, വി ഡോണ്ട് നോ. 2-3 മാസത്തിനകം ഫൈനൽ വരും. മാറണോ? ഷുഡ് യു ചേഞ്ച്? 2 പേപ്പർ പോയി, മാറിയാലോ? എന്റെ അഭിപ്രായത്തിൽ November 22, May 23 ആണെങ്കിൽ, ഇപ്പത്തെ 2 അറ്റംപ്റ്റ്സ് ആണെങ്കിൽ ഓൾറെഡി പഠിത്തം
ചൂടുകേടി കാണണം, ഓൾമോസ്റ്റ് ക്ലാസ്സസ് തീരാറായി കാണും, ഓർ നിങ്ങൾ സ്വയം പഠിത്തം തുടങ്ങി കാണണം. ഡോണ്ട് ചേഞ്ച്. പാസ്സാവാൻ ഒരു അറ്റംപ്റ്റ് മതി. യു ഗൈസ് ഹാവ് മോർ ദാൻ വൺ അറ്റംപ്റ്റ് വിത്ത് യു. ഒരു അറ്റംപ്റ്റ് മതി പാസ്സാവാൻ. നവംബർ 22, May 23 ആണെങ്കിൽ ചേഞ്ച് ചെയ്യരുത്. ദാറ്റ്സ് മൈ അഡ്വൈസ്. ബിക്കോസ് ഇനി ക്ലാസ്സസ് അത് പ്രകാരം എടുത്തു തുടങ്ങുന്നതേ ഉള്ളൂ. ICA ബുക്ക് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല. അതിന് സിലബസും ഫൈനലായിട്ടില്ല. അതുപോലും ഫൈനലാവാത്തപ്പോൾ നിങ്ങൾ എന്തിനാടാ ചേഞ്ച് ചെയ്യുന്നത്? So don't change if your attempt is in November 22, May 23. ഇനി November 23 കഴിഞ്ഞ് അങ്ങനെ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ, yes, let the syllabus come, then we will think about changing. Let syllabus come. Usually syllabus വരുമ്പം വലിയൊരു കാര്യം കണ്ടിട്ടുണ്ട്. ബുക്സ് ഇറക്കണം, ബുക്സ് റിവൈസ് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. അതൊരു വലിയ പണിയാണ് നമ്മൾ ICAയുടെ BOSന്. So that will take time. സോ തൽക്കാലം നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷന് വെയിറ്റ് ചെയ്യരുത്. ജനറലി ന്യൂ സിലബസ് വന്നാൽ എപ്പോൾ വേണമെങ്കിലും ന്യൂയിലേക്ക് ചാടാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി അവർ തരും. ഓൾഡ് സിലബസിൽ നിന്ന്, നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ നിന്ന് ന്യൂയിലേക്ക് ചാടാനുള്ള ഫ്ലെക്സിബിലിറ്റി അവർ തരും കേട്ടോ. സോ ഡോണ്ട് വറി. ബട്ട് വൺസ് കൺവേർട്ടഡ് തിരിച്ചു വരാൻ പാടല്ല, പറ്റത്തില്ല. സോ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് ചേഞ്ച് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി സിലബസ് വരാൻ ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യാതെ വെയിറ്റ് ചെയ്യരുത്. ആൻഡ് ബിഫോർ ഐ ഗോ ടു Q&A, ലെറ്റ് മീ സേ വൺ മോർ തിങ്. ഇപ്പം പേപ്പേഴ്സ് കേട്ടോ, ഓരോ പേപ്പേഴ്സിനും എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന കേട്ടോ, എല്ലാം കറക്റ്റ് തന്നെ. Now ഇന്റർമീഡിയറ്റ് ജനറലി ബുദ്ധിമുട്ടാ, പഠിക്കാൻ പാടാണ്. സി, നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ട് അല്ലേ? വൺ ഡേ നമ്മളുടെ റിസൾട്ട് വരുമ്പം നമ്മളുടെ പേരിന്റെ കൂടെ CA വരും. All of us, including faculties, including institute, all of us dream, students of course. ആ ഡ്രീം എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ we should have the courage to pursue them. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, മറ്റേ സിനിമയിൽ നിന്ന് ബോറോ ചെയ്തതാണ്, കുഞ്ചാക്കോ ബോബന്റെ മറ്റേ പൗലോ കൊയ്ലോ. ഇഫ് യു ഡിസൈർ ടു അച്ചീവ് സംതിങ്, അത് ഓർമ്മയില്ലടാ സിനിമ, the entire world will, universe will conspire in achieving it. ഈ ഡിസയർ എന്ന് പറയുന്നത് ഒറ്റ കുട്ടി വേർഡാണ്. ബട്ട് ആ ഡിസയർ എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ ഇവിടെ നിന്ന് വരണം. നോക്കാം, കിട്ടിയാ കിട്ടി, പോയാ പോയി. നോ, ആ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പാടില്ല. അതിപ്പോ CAക്കല്ലോ കേട്ടോ, എനി പ്രൊഫഷണൽ കോഴ്സസ്, ഇഫ് യു ഡു വിത്ത് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. നമുക്ക് ഡിസയർ വേണം, ദാറ്റ് ബേണിംഗ് ഡിസയർ, ദാറ്റ് ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ സെൽഫ്. ഫാക്കൽറ്റിക്ക് പഠിപ്പിക്കാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ആൻഡ് സിൻസ് ഐ എം എ ഫാക്കൽറ്റി ആൻഡ് എ മെന്റർ അറ്റ് ലോജിക്, ഐ വിൽ ജസ്റ്റ് ആഡ് വൺ മോർ തിങ് ഫ്രം ദെയർ സൈഡ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കണ്ടുവരുന്ന ട്രെൻഡ് ഇസ് ദാറ്റ് നമ്മൾ ക്ലാസ്സസ് എടുക്കാറുണ്ട്, ക്ലാസ്സസിന്റെ കൂടെ ടെസ്റ്റ് പേപ്പേഴ്സ് കൊടുക്കാറുണ്ട്, വി ഗെറ്റ് അസിസ്റ്റൻസ്. ഇപ്പൊ ഫാക്കൽറ്റി ആണെങ്കിലും ശരി, ക്ലാസ് ടീച്ചർ ആണെങ്കിലും ശരി, എന്ത് ഡൗട്ട് ഉണ്ടോ, ദർ ആർ പീപ്പിൾ ടു അസിസ്റ്റ് യു. ഒരു ക്വറിയോ ഒരു ഡൗട്ടോ ഉണ്ടെങ്കിൽ I think within 24 hours, below that it will be cleared. So നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട്സും ഉണ്ട്. ബട്ട് ദാറ്റ് ഡിസയർ ടു അച്ചീവ് സംതിങ് ഷുഡ് കം വിത്തിൻ യു. നമുക്ക് ഡ്രീം ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആരെങ്കിലും നിങ്ങളടുത്ത് പറയുവാടാ ഇന്ന് ആ സ്വപ്നം കാണരുത്, ആരെങ്കിലും പറയുമോ? അച്ഛനമ്മയ്ക്ക് പോലും പറയാൻ പറ്റത്തില്ലല്ലോ. ഓൾവേസ് യു ഗൈസ് ഡ്രീം. വാട്ട് ഡ്രീം? ഡ്രീം ചെയ്യുമ്പോഴേ താഴെ ഒന്നും ഡ്രീം ചെയ്യില്ല കേട്ടോ, ഡ്രീം ഹൈ. നമുക്ക് ഭയങ്കര ഹൈ ആയിട്ട് ഡ്രീം ചെയ്യാം. നമ്മൾ അതാവും ഇതാവും, വി വിൽ സെക്യൂർ. നമ്മൾ കുറെ ഡ്രീം ചെയ്താൽ ഈ ഡ്രീംസ് ആണ് ലാസ്റ്റ് ഡിസയർ ആയിട്ട് വരുന്നതെന്ന് ആൾക്കാർ പറയും കേട്ടോ. എനിക്കറിഞ്ഞൂടാ, ഐ എം നോട്ട് എ ഫിലോസഫിക് ഗൈ. ഈ ഡ്രീംസ് ഒക്കെ നിങ്ങൾക്ക് ഡിസയർ ആയിട്ട് മാറും. ആ ഡിസയറും കൂടെ അച്ചീവ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഫ്രം മൈ സൈഡ്. And yes, I've addressed you all those things. അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ ഡ്രീംസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പോഴും മനസ്സിൽ പറയാ, നമ്മൾ പാസ്സാവും, നമ്മൾ പാസ്സാവും, നമ്മൾ പാസ്സാവും എന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസ് ആവാനല്ല കേട്ടോ. ബട്ട് സ്റ്റിൽ നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കണം.
Basically, parents ഉണ്ടെങ്കിൽ parents, I don't think so, സെമിനാറിൽ parents ഉണ്ടെന്ന്, but parent support plays a huge role, plus നമ്മളുടെ self belief. And this is my Insta ID and this is my WhatsApp number. Ippam, from my part, I've winded up. I've taken 50-55 minutes. So any question relating to CA, intermediate ആണ് ഞാൻ പറഞ്ഞത്, but still at any level, or new syllabus ne kurichu doubts ഉണ്ടെങ്കിൽ എൻ്റെ proposed scheme-ന്റെ അറിവിൽ I will be really happy to clear. So that's it. So students, anyone of you having doubt? Sorry. മാം, അതുപോലെ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ടാണ്. രജിസ്ട്രേഷന്റെ ടൈമിൽ നമുക്ക് പുതിയൊരു പ്രൊസീജിയേഴ്സ് വന്നിട്ടുണ്ട്. അതായത് സിഗ്നേച്ചർ ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ചുകൂടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി രജിസ്റ്റേർഡ് സ്റ്റുഡൻസിന് ബാധകമാണ്. അതെന്റെ ഒരു അറിവിൽ അല്ല, നമുക്ക് അങ്ങനെ ചെയ്താൽ മതി എന്നാണ്. സോ അത് അത്രയ്ക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴല്ലേ, എക്സാമിനാണോ അല്ലെങ്കിൽ ICAID രജിസ്റ്റർ ചെയ്യുമ്പോഴാണോ ഈ ചോദിക്കുന്നത്? രജിസ്ട്രേഷന്റെ ടൈമിലല്ലേ ഈ ഒരു അമെന്റ്മെന്റ് വന്നിരിക്കുന്നത്? അതിപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ഐ തിങ്ക് ദേ ആർ ഓൾറെഡി രജിസ്റ്റേർഡ് അല്ലേ. സോ ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ എക്സാമിന്റെ കാര്യം നീ ബ്ലാക്ക് പെൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. എക്സാമിന് പോയിട്ട് ബോൾ പോയിന്റ് പെന്നെ എഴുതാവൂ, ബ്ലാക്ക് പെന്നെ എഴുതാവൂ, ബ്ലൂ പെൻ അലൗഡ് അല്ല. സോ ഐ നോ സ്റ്റുഡൻസ് ഹു ഹാഡ് റിട്ടൺ വിത്ത് ബ്ലൂ പെൻ, എന്നിട്ട് മെസ്സേജ് അയച്ചിരുന്നു, മാം അറിയാതെ പറ്റിപ്പോയി, ഇവാലുവേറ്റ് ചെയ്യുമോ? സോ ഡോണ്ട് ടേക്ക് എനി റിസ്ക്. സോ ബ്ലാക്ക് പെന്നെ എക്സാമിന് ഉപയോഗിക്കാവൂ. സിയുടെ എല്ലാ എക്സാമിനും MCQ ബബിൾ ചെയ്യുന്നത് HB പെൻസിൽ വെച്ചായിരിക്കണം. പറയുന്ന പോലെ ബിഗിലെ കപ്പ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന പോലെ വാട്ട് ടൈമിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. ടൈം പാലിക്കണം. ഞാൻ ജനറലി പറയാറുള്ളത് 100 മാർക്സിന് എല്ലാ പേപ്പറും അറ്റൻഡ് ചെയ്യണം. 100 മാർക്സ് ഗൈസ്, 100 മാർക്സ്. 80 മാർക്സിന് ഓവറോൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു, 100 മാർക്സിന് ഓൾമോസ്റ്റ്. I always say 100 marks is better than 80 marks. Because 80ക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ICA പ്രകാരം നമുക്ക് അറിഞ്ഞുകൂടാ. So always try to attend 100 marks. 100ന് എഴുതണമെങ്കിൽ ഒന്നും വിടാതെ പഠിക്കണം. ഇപ്പം ഒരു സ്റ്റുഡന്റ് എപ്പോഴും ഒരു ചാപ്റ്ററെങ്കിലും ഒരു സബ്ജക്റ്റിൽ വിട്ടില്ലെങ്കിൽ ഒരു മനസ്സിന് സുഖം കാണത്തില്ല. ബട്ട് എക്സാമിന് അങ്ങനെ ചെയ്യരുത്. ആ ചാപ്റ്ററിൽ നിന്നായിരിക്കും കഷ്ടകാലത്തിന് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ലോ പേപ്പറിന് വിട്ടിട്ട് പോയ സെബി ഫൈനലിന് അതിൽ നിന്ന് തന്നെയായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. പെട്ട് വൈ എന്തിനു വെറുതെ വെയിലേ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളി വെക്കുന്ന പോലെ ആയിപ്പോയി. വെറുതെ ചെയ്യില്ലേ. യു ഗൈസ് സ്റ്റിൽ ഹാവ് ടൈം. നവംബർ എക്സാം ആണെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 months ഉണ്ട്. മെയ് എക്സാം ആണെങ്കിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. എല്ലാം പഠിക്കാൻ ശ്രമിക്കുകയല്ല പഠിക്കണം. പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സിലേക്ക് കൂടുതൽ എഫേർട്ട് ഇടുക, വെയിറ്റേജ് കൂടിയത്. ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാതിരിക്കല്, പഠിക്കണം, ബട്ട് മോഡറേറ്റ്ലി. പ്രശാന്ത് സർ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ സാറേ? എല്ലാം മാം പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? സംശയങ്ങൾ അവർക്ക്, എനിക്ക് തോന്നുന്നത് മാം കോംപ്രിഹെൻസീവ് ആയിട്ട് പറഞ്ഞത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് തൽക്കാലം ചോദ്യങ്ങളൊന്നും ഇല്ലാത്തത്. പെർഫെക്റ്റ് ആണ്. കുട്ടികൾക്കെല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല. ആർക്കൊന്നും മനസ്സിലായില്ല. ആ 2 കേസസിലാണല്ലോ ഡൗട്ട്സ് ഇല്ലാത്തത്. റെക്കോർഡിംഗ് ഓൺ ആണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന്. എനിക്കൊരു സജഷൻ ഉണ്ട്. എനിക്കൊരു സജഷൻ ഉണ്ട്. ഇതിന്റെ റെക്കോർഡിങ്സ് നമുക്ക് നമ്മുടെ എല്ലാ CA ഇന്റർ, CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ലിങ്ക് ഒന്ന് കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇത് അറ്റൻഡ് ചെയ്യാതെ പക്ഷെ അസൗകര്യം കൊണ്ട് പറ്റാത്തവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. നമ്മളിതൊന്ന് സർക്കുലേറ്റ് ചെയ്താൽ അത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. എല്ലാം പ്രത്യേകിച്ചും CA ഇന്ററിന്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കൊടുത്താൽ നന്നായിരിക്കും. മെറജൻ ഇതിന്റെ റെക്കോർഡിംഗ് എനിക്കൊന്ന് അയച്ചു തരുമോ? ഞാൻ എന്നിട്ട് യൂട്യൂബിലും കൂടെ ഇട്ടിട്ട് യൂട്യൂബ് ലിങ്ക് നമുക്ക് സർക്കുലേറ്റ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. എനിക്കും കൂടെ അയച്ചു തരണേ. എന്നിട്ട് ഞാൻ യൂട്യൂബ് ലിങ്ക്, അതായിരിക്കും സർ ബെറ്റർ. ലിങ്ക് കൊടുത്താൽ നമ്മൾ യൂട്യൂബിൽ ഇട്ടാൽ പോരെ? എന്റെയും ഇട്ടേക്കാം, എന്റെ യൂട്യൂബിലും ലോജിക്കിന്റെയും ഇട്ടേക്കാം.
ഇത് വേറെ സജഷൻ ഉണ്ട് റെജിൻ മാം. ഇത് നമ്മളിത് ഈ വെബിനാർ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റി എനിക്കൊരു തോന്നലുണ്ടായത്. നമ്മൾ കഴിഞ്ഞിട്ടുള്ള വെബിനാർ ഇപ്പം ലോജിക്ക് നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് മാം നടത്തിയിട്ടുള്ളത് കൊണ്ട് മറ്റു പല ഫാക്കൽറ്റികളും പല സബ്ജക്ട്സിനെ പറ്റിയുള്ളതാണെങ്കിലും അതുപോലെ തയ്യാറാക്കിയ ഒരു എഡിറ്റഡ് വേർഷൻ ഒന്ന് ചെയ്തിട്ട് ഇതുപോലെ യൂട്യൂബിൽ ഇട്ട് സർക്കുലേറ്റ് ചെയ്താൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം കൂടുതൽ കിട്ടും. എനിക്കൊന്ന് അയച്ചേരണേ, ഞാൻ ബാക്കി പറഞ്ഞോല്ലേ. സ്റ്റുഡൻസേ, what happened? ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ ഇപ്പൊ നോക്കി ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും കേട്ടോ. ഹരി പറഞ്ഞു എല്ലാം ക്ലിയർ ആണെന്ന്, അവനൊരു ക്വസ്റ്റ്യൻ ഇല്ലെന്ന്. ശരി ഹരിയെ. What about others? No doubts? Okay. ദേവിക എല്ലാരും ക്ലിയർ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. യെസ്. ഓക്കെ ഹരി, ഓക്കെ അപർണ, ഓക്കെ വൈഷ്ണവി, ഓക്കെ ദേവിക, ഓക്കെ ഹരി, ഓക്കെ പേഴ്സണലി അയക്കുന്നുണ്ട് കേട്ടോ. യാ ഓക്കെ കൃഷ്ണപ്രിയ. യാ സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ എല്ലാം പറഞ്ഞത് എൻ്റെ ഓൺ ആംഗിളിൽ നിന്നാണ്. എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് മാത്രമാണ്. ബട്ട് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തോ ഞാൻ പറഞ്ഞതോ ഒന്നും അല്ല. ഇതെല്ലാം വാട്ട് എവർ ഐ ഹവ് സെഡ് ഇസ് ഫ്രം മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. 12 years ആയിട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന്റെ കൂടെയാണ് എൻ്റെ ജീവിതം. സോ എന്താ പറയാ, ഇന്റർമീഡിയറ്റും ഫൈനലും. സോ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്ത ഓരോ ടിപ്സും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ടിപ്സ് വേണോ ആക്സെപ്റ്റ് ചെയ്യാം, ഏത് വേണോ റിജക്ട് ചെയ്യാം. യു ഗൈസ് ക്യാൻ ആഡ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓൾസോ. ബട്ട് വൺ തിങ്, ഇതിൽ ലോജിക്കിന്റെ അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ യു ഗൈസ് മേ നോട്ട് നോ മൈ നമ്പർ. സോ ഐ ഹവ് ഗിവൻ യു മൈ, എന്താ പറയാ, ഒന്നുകൂടെ ഞാൻ കാണിക്കാം. കോൾ നമ്പർ അല്ല കേട്ടോ. ദിസ് ഇസ് മൈ വാട്സാപ്പ് നമ്പർ ആൻഡ് ദിസ് ഇസ് മൈ ഇൻസ്റ്റ ID. സോ അല്ലാതെ ലോജിക്കിന്റെ കോൺടാക്ട് നമ്പറും ഇപ്പൊ ഷെയർ ചെയ്ത് തരും റിജിൻ. എനി ടൈം യു ക്യാൻ മെസ്സേജ് മീ. കോളിൽ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ, മെസ്സേജ് അയക്കാം. ഐ വിൽ ബി, എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റുന്നത് ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. സോ ദാറ്റ്സ് ഇറ്റ്. യെസ്, ലോജിക്കിന്റെ നമ്പറും കൂടെ ഇട്ടിട്ടുണ്ട്. സോ എനി ഡൗട്ട്സ് ഓർ എനി ക്വയറീസ് ഓർ എനിത്തിങ് റിലേറ്റഡ് ടു ദിസ് കൈൻഡ്ലി കോൺടാക്ട്. സോ ഒരു ഈവനിങ് സമയം സൺഡേ ആയിട്ട് ഇത്രയും നേരം പേഷ്യൻ്റ് ആയിട്ട്, ആക്ച്വലി വൺ ഡേ ഞാൻ മാത്രമാണ് സംസാരിച്ചത്. സോ ഇത്രയും നേരം ഇരുന്ന് കേട്ടതിന് വളരെ താങ്ക്സ്. ആൻഡ് താങ്ക് യു പ്രശാന്ത് സാർ ആൻഡ് താങ്ക് യു രജൻ ഫോർ സപ്പോർട്ടിങ്. സോ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ സാർ ആൻഡ് രജൻ? മറ്റൊന്നും ഇല്ല മാം, എനിക്ക് ഇതിപ്പോൾ പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നമ്മളോട് സംസാരിക്കാമല്ലോ. നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്ക് നമ്മൾ ദേ ആർ ഫ്രീ ടു കോൺടാക്ട് സെറ്റ് എനി വർക്കിംഗ് അവേഴ്സ് എനി ടൈം, നോ ഇഷ്യൂ, നോ പ്രോബ്ലം. അത് ചെയ്യാം. എനിക്കും ഇപ്പം ഇത്രയും സമയം സ്റ്റുഡൻസ് ഇതിൽ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അറ്റൻഡ് ചെയ്തു. ഒരു ഞായറാഴ്ചയാണ്, വൈകുന്നേരമാണ്, ഒരുപാട് ആക്ടിവിറ്റിയൊക്കെ ഉള്ള സമയമാണ് സ്റ്റുഡൻസിനാണെങ്കിലും. പക്ഷെ അവരെല്ലാവരും വളരെ ക്ഷമയോടെ കേട്ടതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും എനിക്ക് അധികാരത്തിൽ ഞാൻ എല്ലാവരെയും അനുമോദിക്കുന്നു. മാമിന് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും സമയം വളരെ എലാബറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സന്തോഷമുണ്ട് റജിൻ. താങ്ക് യു ടു യു ഓൾസോ. നമ്മുടെ എല്ലാ ടീമിനും, ഇതിന്റെ പുറകിലുള്ള എല്ലാ നമ്മുടെ മാർക്കറ്റിംഗ് ടീമുണ്ട്, ലോജിക്കിന്റെ എല്ലാ ടീമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. റജിൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ സർ. ഇൻ ഫ്യൂച്ചർ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇഫ് കോളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അവൈലബിൾ ആയിരിക്കും. മാം പറഞ്ഞതുപോലെ ഒരു 24 hours-നുള്ളിൽ തന്നെ, 24 hours-നുള്ളിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും ചോദിക്കാനല്ലോ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ നമ്മുടെ സെഷൻ? Okay. So thank you ma'am, thank you so much Prashant sir. So thankful to you and everything ma'am. So let's find a post. Thank you so much.